ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ ശിശുവിനെ പിൽക്കാലത്ത് ഒരു പേരുണ്ടായി, തിയോഫോറോസ്. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഫോറോസ് എന്ന് പറഞ്ഞാലേ വഹിക്കപ്പെട്ടവൻ, വഹിച്ചവൻ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ തിയോഫോറോസ് എന്ന് പറഞ്ഞാൽ ദൈവം വഹിച്ചവൻ. അതായത് കർത്താവ് ഈ കുട്ടിയെ എടുത്തല്ലോ, അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരുന്നവൻ, ദൈവം വഹിച്ചവൻ എന്ന അർത്ഥത്തില് തിയോഫോറോസ് എന്ന് പിൽക്കാലത്തെ പേരിടുകയും കൂടെ ചെയ്തു. ഇതൊക്കെ നടന്ന കാര്യമാണോ എന്ന് വ്യക്തമല്ല. നടക്കുന്നതിനെ തടസ്സമുള്ള കാര്യവുമല്ല, അസംഭവ്യമായ കാര്യവുമല്ല. ഇനി ഇങ്ങനെയൊക്കെ നടന്നില്ല എങ്കിലേ അതുകൊണ്ട് വിശേഷിച്ച് ഒരു ദോഷവും വരാനുമില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ചില വ്യാഖ്യാനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മാത്രമേ ഞാൻ ഈ പറഞ്ഞതിനെ അർത്ഥമുള്ളൂ. ചിലർ പറയുന്നു ഈ ചോദ്യം ചോദിച്ചത് പത്രോസാണ്, പത്രോസിന്റെ മകനെയാണ് കർത്താവ് ഇങ്ങനെ കയ്യിലെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ്. അതും സംഭവിക്കാവുന്നതാണ്. പത്രോസ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ആളാണ്. ഒരുപക്ഷെ കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പത്രോസിന്റെ മകൻ അവിടെങ്ങാനും നിപ്പുണ്ടായിരിക്കാം. കർത്താവ് പത്രോസിന്റെ മകനെ കയ്യിലെടുത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുമുണ്ടാകാം. അതും തടസ്സമുള്ള കാര്യമല്ല. ഇതിലൊക്കെ എന്തു തന്നെ ആയാലും ഇതിന്റെ പ്രധാന ആശയം ദൈവരാജ്യം, അതായത് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകേണ്ടതാണ്. നിഷ്കളങ്കരായിട്ട് ദൈവത്തെ കടന്നു വിശ്വസിക്കുന്നവരായിട്ട്, ശിശുവിന്റെ മനസ്സുള്ളവരായിട്ട് ദൈവത്തെ സമീപിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ശിശു എന്നതുകൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം കൂടെ വായിക്കാം, 4-ാം വാക്യം തൊട്ട്. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പൊ ശിശു എന്നതുകൊണ്ട് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ എന്നാണ്. ഒരു ശിശുവിനെ സംബന്ധിച്ച് അറിവ് വളരെ കുറവാണ്, അതുകൊണ്ട് ആ വിധത്തിൽ അവൻ അഹങ്കരിക്കുകയില്ല. അല്ലാതെ ദൈവസന്നിധിയിൽ ഞാൻ വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് എന്നാൽ ഇതൊന്നും കിട്ടുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അത് രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന്, ഇതുപോലൊരു നിഷ്കളങ്ക സ്വഭാവം സ്വീകരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രകാരം നിഷ്കളങ്ക സ്വഭാവം സ്വീകരിച്ചവരെ കൈക്കൊള്ളുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഏതു വിധത്തിലായാലും ഇതുപോലൊരു ശൈശവ സ്വഭാവത്തെ സ്വീകരിക്കുന്ന വ്യക്തി ദൈവത്തെ കൈക്കൊള്ളുകയാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നല്ലത്. എന്നിട്ട് കർത്താവ് പറയാണ്, തന്നെ പിൻപറ്റുന്ന ചെറിയവരായാലും വലിയവരായാലും അവർ തന്നെ സംബന്ധിച്ച് വിലയുള്ളവരാണ്. പലർക്കും ഒരു വിചാരമുണ്ട്, വലിയ പണക്കാരന്, വലിയ വിദ്യാസമ്പന്നന്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ദൈവത്തിന് വിലയേറിയത് എന്ന്. എന്നാൽ ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. വലിയവനോ ചെറിയവനോ എന്ന് ദൈവം നോക്കുന്നില്ല. കാരണം വലിയവന്റെ ആത്മാവും ചെറിയവന്റെ ആത്മാവും എല്ലാം ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്, കർത്താവായ യേശുവിന് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന്, ഏറ്റവും ചെറിയവനായിരിക്കാം, നാട്ടുകാരുടെ മുമ്പില് അവന് പണമില്ല, പ്രശസ്തിയില്ല, അതുപോലെ അവന് വലിയ വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, ആർക്കും വേണ്ടാത്തവനാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇടർച്ച വരുത്താൻ പാടില്ല. അവനെ നിസാരനായി തള്ളിക്കളയരുത്. അങ്ങനെ ആരെങ്കിലും ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് ആ ഇടർച്ച വരുത്തുന്ന വ്യക്തി സ്വന്തം കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി, എന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ഉള്ള സാധനം എന്ന അർത്ഥത്തിലാണ് തിരികല്ലെന്ന് പറയുന്നത്. തിരികല്ല് കെട്ടി കടലിലേക്ക് അങ്ങ് ചാടുക നല്ലത്. കാരണം കടലിൽ ചാടി അങ്ങനെ ചാകുന്നതാണ് ഈ ഇടർച്ച വരുത്തുന്നതിനേക്കാളും നല്ല കാര്യമെന്ന് പറയുമ്പോൾ ഇടർച്ച വരുത്തുക എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 18-ാം അധ്യായം മോറൽ ടീച്ചിങ്സിന്റെ അധ്യായമാണ്. കർത്താവ് പറയുകയാണ്, ഈ സാധാരണക്കാരിലെ ഏറ്റവും ചെറിയവനായ ഒരുവന് നിങ്ങൾ ആരെങ്കിലും ഒരു ഇടർച്ച വരുത്തുന്നു എങ്കിൽ, അവനെ നിസാരനായി തള്ളിക്കളയുന്നു എങ്കിൽ, അവനെ മനപ്രയാസം ഉണ്ടാക്കുന്നു എങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭേദം നിങ്ങളുടെ കഴുത്തെ തന്നെ ഒരു തിരികല്ല് കെട്ടി കടലിലോട്ടേക്ക് ചാടുന്നതാണ്. കാരണം അങ്ങനെ കഴുത്തേൽ തിരികല്ല് കെട്ടി ചാടുന്നതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് ഈ ഇടർച്ച വരുത്തുക എന്ന് പറയുന്നത്. എന്നിട്ട് കർത്താവ് ദുഃഖത്തോടെ പറയുകയാണ്, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. അപ്പോൾ മറ്റൊരുവൻ ഇടർച്ച വരുത്തുന്നവന് ഗുരുതരമായ ശിക്ഷയുണ്ടാകുമെന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷെ ഈ ലോകത്ത് ഇടർച്ച വരിക എന്നുള്ളത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്. നല്ലത് വെളിവാകേണ്ടതിന് ഇടർച്ച വരേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവ് മറ്റൊരിടത്ത് പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഇടർച്ച വരേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണെങ്കിലും ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. വേറൊരർത്ഥത്തിൽ ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു.
പക്ഷെ ഒറ്റി കൊടുത്തവൻ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥിതിയാണിത്. ഇടർച്ച വരുത്തുക അല്ലെങ്കിൽ ഇടർച്ച ഉണ്ടാകുക എന്നുള്ളത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്. നല്ലത് വെളിവാകാൻ ഇടർച്ച തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ ആ ഇടർച്ച വരുത്തുന്നവന് കഠിനമായ ശിക്ഷയുണ്ടാകും. ഒരു വീട്ടിലെ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. ചില പാത്രങ്ങൾ നല്ല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, മാന്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ചില പാത്രങ്ങൾ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ മാനപാത്രമായിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. വീട്ടിൽ മോശമായ പാത്രവും ആവശ്യമാണ്, എങ്കിലും നാം ആ മോശമായ പാത്രമാകേണ്ടതില്ല. അത് ദൈവം ആരെയെങ്കിലും ആക്കിക്കോളും. കർത്താവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്, അത് കർത്താവ് ആരെയെങ്കിലും ആക്കിക്കോളും, നമ്മളാകരുത്. ഇടർച്ച വരേണ്ടത് ആവശ്യമെങ്കിലും കർത്താവെ ഇടർച്ച വരുത്തുന്നത് ഞാനാകരുത്, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ചെറിയ വല്ലൊരുത്തിന് പോലും ഇടർച്ച വരുത്തരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് കുറെ കടന്ന കാര്യങ്ങളൊക്കെ പിന്നെ പറയുകയാണ്. അതിന് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇടർച്ച വരുത്തുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമുള്ള കാര്യമാണ് എന്ന് തന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. കർത്താവ് പറയുന്നു, നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. വാസ്തവത്തിലെ അക്ഷരാർത്ഥത്തിൽ ആർക്കും അത് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോസ്തലനായ പത്രോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, ആര് തന്നെ ആകട്ടെ, അല്ലെങ്കിൽ ആദ്യകാലത്തെ ഏതെങ്കിലും ഒരു ശിഷ്യനാകട്ടെ, കയ്യോ കാലോ കുറഞ്ഞ പക്ഷെ ഒരു വിരളോ എങ്കിലും വെട്ടിക്കടിച്ച് കളഞ്ഞതായിട്ട് പറയുന്നില്ല. എങ്കിലും എത്രത്തോളം ഗൗരവമുള്ളതാണ് ആ വിഷയം. രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ കയ്യോ കാലോ വെട്ടിക്കളയുക എന്ന്? നിന്റെ കൈയല്ലെങ്കിൽ കാല് നിനക്ക് ഇടർച്ച വരുത്തിയിട്ട് നീ നിത്യനരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ കയ്യും കാലും ഇല്ലേലും വേണ്ടില്ല, നിത്യ സന്തോഷത്തിലേക്ക് പോകാമല്ലോ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് ഇടർച്ച വന്നാൽ അതോടെ പ്രശ്നമാകുമെന്ന് തന്നെയാണ് പറയുന്നതിന്റെ അർത്ഥം. കൈയല്ലെങ്കിൽ കാലെ നമുക്ക് ഇടർച്ച വരുത്തിയാൽ അതൊരു പക്ഷേ നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചെന്ന് വരാം. അതാണ് ഈ പറയുന്നതിന്റെ കാര്യം. ഇപ്പോഴേ ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, ഒരു വ്യക്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കാൻ നടക്കുന്നവനാണ് എന്നിരിക്കട്ടെ, ഉദാഹരണമായിട്ട് സ്ത്രീകളെ നോക്കാൻ നടക്കുന്നവനാണെന്ന് ഇരിക്കട്ടെ. അതെ, ഒരു ബലഹീനതയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എങ്കില് കണ്ണുള്ളതുകൊണ്ടല്ലേ നോക്കുന്നത്, നോക്കിയല്ലേ അവസാനം വല്ല പാപത്തിലോ ഗുരുമാനിലോ പോയി ചടാൻ പോകുന്നത്. എന്നാൽ കാണണ്ടാന്ന് കരുതി രണ്ട് കണ്ണും അങ്ങ് കുത്തിപ്പൊട്ടിച്ചേച്ച് നടന്നാല് കുറഞ്ഞ പക്ഷം കണ്ണുപോയെങ്കിലും നിത്യജീവനിലേക്കെങ്കിലും കടക്കുവാൻ കഴിയും. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.